ഈ പുതിയ ദിവസത്തിനായി നന്ദി പറയുന്നു. എൻ്റെ എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി നന്ദി. എൻ്റെ എല്ലാ സമൃദ്ധികൾക്കുമായി നന്ദി. ശ്രേഷ്ഠമായ ആരോഗ്യത്തിനായി നന്ദി. എന്നിലെ ഊർജത്തിനായി നന്ദി. എന്നിലെ ജ്ഞാനത്തിനായി നന്ദി. എന്നിലേക്കുള്ള അനുഗ്രഹങ്ങളുടെ ഒഴുക്കിനായി നന്ദി. എന്നിലേക്കുള്ള സമൃദ്ധമായ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒഴുക്കിനായി നന്ദി. എന്നിൽ വ്യാപരിക്കുന്ന ജീവനായി നന്ദി. എന്നിലെ വിജയത്തിനായി നന്ദി. എനിക്ക് നൽകിയ കുടുംബത്തിനും സകല സൽബന്ധങ്ങൾക്കും വേണ്ടി നന്ദി. ജീവന്റെ പ്രകാശം എന്നിലും സകലരിലും സകല ലോകത്തിലും വ്യാപരിക്കട്ടെ. എന്നിൽ ജീവൻ തുളുമ്പുന്ന പരിവർത്തനത്തിനായി എന്നെ ഞാൻ പ്രപഞ്ചശക്തിയുടെ ഭദ്രമായ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എൻ്റെ ശരീരവും എൻ്റെ മനസ്സും എൻ്റെ വൈകാരിക മണ്ഡലങ്ങളും ജ്ഞാനത്താൽ പൂർണ്ണത പ്രാപിക്കട്ടെ. അല്ലാഫിയ. വെൽക്കം ടു പരിവർത്തന. ശരീരം, മനസ്സ്, ആത്മാവ് അഥവാ ജീവൻ എന്നിവ ചേർന്ന മഹാ അത്ഭുതമാണ് നമ്മൾ. നമ്മിലെ ജീവസമ്പത്തിന് നമ്മിലും നമ്മുടെ ജീവിതത്തിലും അതിശയകരമായ കാര്യങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. ആ ജീവസമ്പത്ത് നമ്മിലെ ശരീരത്തിലും നമ്മുടെ മനസ്സിലും നമ്മുടെ ശരീരത്തിലെ കോശങ്ങളിലുമൊക്കെയും അത് കൂടിയിരിക്കുന്നു. ആ ശ്രേഷ്ഠമായ ജീവസമ്പത്തിനെ നമ്മിലെ സകല മേഖലകളിലേക്കും അയച്ചുകൊണ്ട് നമ്മൾ ശാരീരികമായും മാനസികമായും വൈകാരികമായും നമ്മുടെ സകല മേഖലകളിലും ജീവൻ നിറഞ്ഞ അഭിവൃദ്ധി പ്രാപിക്കാൻ നമ്മൾ ഒരുങ്ങുകയാണ്. ഒരിക്കൽ കൂടി അല്ലാഫിയ. വെൽക്കം ടു പരിവർത്തന, ദ വേ ടു എറ്റേണൽ ഹാപ്പിനെസ്. ചിത്തസത്രയിലേക്ക് സ്വാഗതം. ചിത്തസത്രയിൽ ഇന്ന് നിങ്ങൾക്ക് ഞാൻ തരുന്ന സബ്ജക്റ്റ് ഇതാണ്. നിങ്ങൾ ഇന്ന് വളരെ സത്യസന്ധതയുള്ള ഒരു പോലീസ് ഓഫീസറായിട്ട് നിൽക്കാൻ പോവുകയാണ്. ഒരു പോലീസ് ഓഫീസറിൻ്റെ ലെവൽ എന്തായിരിക്കും? അയാളുടെ ധൈര്യം എന്തായിരിക്കും? അയാളുടെ ഗാംഭീര്യം എന്തായിരിക്കും? അയാളുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും? അയാളുടെ ലൈഫ് സ്റ്റൈൽ എന്തായിരിക്കും? ഒരു നീതിയും ന്യായവും ഈ സമൂഹത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠനായ ഒരു പോലീസുകാരനായി മാറുക. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ നീതിയും ന്യായവും വെളിച്ചത്ത് കൊണ്ടുവരാൻ നിങ്ങളിപ്പോൾ ചെയ്യുന്ന വിഷ്വലൈസേഷൻ അതിന് വളരെയധികം സഹായിക്കും. ഏറ്റവും നല്ലൊരു പോലീസ് ഓഫീസറായി ഈ വരുന്ന നിമിഷം നിങ്ങൾ ഇമാജിൻ ചെയ്യാൻ പോവുകയാണ്. വ്യക്തികളുടെ പരാതികളെ വളരെ ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്ത് ന്യായത്തെ ഊട്ടിയുറപ്പിക്കുന്ന ഒരു പോലീസുകാരനായി അഥവാ ഒരു പോലീസുകാരിയായി നിങ്ങൾ കടക്കാൻ പോവുകയാണ്.
പസാധി സത്രയിലേക്ക് സ്വാഗതം. ഈ പ്രപഞ്ചം എത്ര വലിയതാണോ നിങ്ങളും അത്രയേറെ വലിയവരാണ്. ഈ പ്രപഞ്ചം എത്ര വിശാലമാണോ അത്രയേറെ നിങ്ങളുടെ ജീവനും വിശാലമാണ്. നിങ്ങൾ ഒന്നിലും ചുരുങ്ങിപ്പോകേണ്ടവരല്ല. നിങ്ങളുടെ ചിന്തകൾ ചുരുക്കി വെക്കേണ്ടവയല്ല. നിങ്ങളുടെ ജീവിതവും ചുരുക്കി വെക്കേണ്ടതല്ല. നിങ്ങൾ വിശാലതയുടെ മക്കളാണ്. നിങ്ങളുടെ ഹൃദയ വിശാലത അത് പ്രപഞ്ചത്തിൻ്റെ വിശാലതയ്ക്കൊപ്പം വലുതാകേണ്ടതാണ്. നിങ്ങളുടെ അറിവിൻ്റെ വിശാലത പ്രപഞ്ചത്തിൻ്റെ വിശാലതയ്ക്കൊപ്പം വളരേണ്ടതാണ്. നിങ്ങളുടെ വിവേകത്തിൻ്റെ വിശാലത അതും നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറം നിങ്ങളെ പ്രവർത്തിപ്പിക്കേണ്ടതാണ്. നിങ്ങളുടെ ശരീരവും മനസ്സും ശാന്തമാകുന്ന ഈ നിമിഷം പ്രപഞ്ചത്തിൻ്റെ അതേ വിശാലത നിങ്ങളുടെ സർവ്വ മേഖലയിലും വന്ന് നിറഞ്ഞിരിക്കും. പസാധി സത്രയിലേക്ക് കടക്കാം. ഊർജസത്രയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ശരീരം മാത്രമല്ലെന്നും നമ്മൾ മനസ്സ് മാത്രമല്ലെന്നും ശരീരവും മനസ്സും മാത്രം ചേർന്നതല്ല എന്നും ശരീരത്തെക്കാളും മനസ്സിനേക്കാളും ശ്രേഷ്ഠമായ പ്രപഞ്ച ജീവനായ ഊർജമാണ് നമ്മളെന്നും തിരിച്ചറിയുക. ശരീരത്തിനും മനസ്സിനും ചെയ്യാൻ സാധിക്കുന്നതിനേക്കാൾ ഏറെ ഇരട്ടി മടങ്ങ് പ്രവർത്തനങ്ങൾ നമ്മിൽ സജ്ജമാക്കാൻ കഴിയുന്ന ജീവൻ്റെ ഊർജമെന്ന നാം ഓരോരുത്തരും ഈ ജീവാത്മ ഊർജം നമ്മിൽ നിറച്ചുകൊണ്ട്
നമ്മൾ പൂർണ്ണമായും ഊർജത്തിൽ ലയിക്കുന്ന ഒരു സമയമാണ് ഊർജസത്ര. മാനുഷിക വൈകാരിക തലത്തിൽ നിന്നും ഒരു ശ്രേഷ്ഠമായ തലത്തിലേക്കുള്ള സഞ്ചാരപഥമായ ഊർജസത്രയിലേക്ക് നമുക്ക് കടക്കാം. ഊർജസത്രയിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. ഓംകാരം അഥവാ എന്ന ശബ്ദത്തെ 21 തവണ നമ്മൾ ആവർത്തിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കൊരു ഹീലിംഗ് മന്ത്ര തരുന്നതായിരിക്കും. ആ ഹീലിംഗ് മന്ത്ര 7 തവണ നിങ്ങൾ പറയുക. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഇതിൻ്റെ പിന്നിൽ കേൾക്കുന്ന ഓംകാരനാദം നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാൻ ഒരു സഹായകരമായിരിക്കും. നിങ്ങൾക്ക് പറ്റുന്ന ലെങ്ത് മാത്രം എടുത്താൽ മതി. ഓരോ നാദത്തിൻ്റെ ഇടയിലും നിങ്ങൾക്ക് കൂടുതൽ ഗ്യാപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ ആ ഗ്യാപ്പിൽ നിങ്ങൾ സ്വസ്ഥമായി നിങ്ങളിലെ ഊർജത്തെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. അടുത്ത നാദം ആരംഭിക്കുമ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന ശ്വാസത്തിൻ്റെ ലെങ്ത് അനുസരിച്ച് കണ്ടിന്യൂ ചെയ്യുക. ഓം തന്നെ വേണമെന്നില്ല, എന്ന നിങ്ങളുടെ ശരീരത്തിലും തലയ്ക്കകത്തും മുഴങ്ങുന്ന ആ വൈബ്രേഷനെ നിങ്ങൾ ചൊല്ലിയാലും മതിയാകും. നിങ്ങൾ ഇത് ചൊല്ലുമ്പോൾ നിങ്ങളുടെ ശരീരവും മനസ്സിനും അപ്പുറം നിങ്ങൾ മറ്റൊരു ഊർജത്തിൻ്റെ വെളിച്ചമായി മാറുന്നത് കണ്ടുവേണം നിങ്ങളിത് ചൊല്ലാൻ. നമുക്ക് ആരംഭിക്കാം. ഇന്നത്തെ സെഷൻ പൂർത്തിയായിരിക്കുന്നു. വളരെ ഹാപ്പിയായിട്ട് നിങ്ങൾ എണീറ്റ് ആ വെള്ളം കുടിച്ചതിന് ശേഷം നിങ്ങൾ കണ്ണാടിയുടെ മുന്നിൽ പോയി ചെന്ന് നിന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ നോക്കി പറയുക, ഐ ആം സോ ബ്ലെസ്ഡ്, ഐ ആം സോ ബ്യൂട്ടിഫുൾ, ഐ ആം വെൽത്തി, ഐ ആം ഹെൽത്തി, ഐ ആം സോ ഗ്രേറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ ദിവസം ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ദിവസമായിരിക്കും. ഓരോ ദിവസം കഴിയുന്തോറും നിങ്ങളുടെ ദിവസങ്ങൾ ഏറെ പോസിറ്റീവ് ഫ്രീക്വൻസിയിലേക്ക് കണക്റ്റ് ആയിക്കൊണ്ടിരിക്കും. സോ വളരെ ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങളെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളെയും വളരെ വിവേകത്തോടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഊർജത്തെയാണ് നിങ്ങൾ അകത്തേക്ക് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമാധാനമായി വളരെ ഹാപ്പി ആയിട്ടിരിക്കുക. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ സെഷൻ കഴിഞ്ഞ് എണീറ്റ് വെള്ളം കുടിക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് പറ്റുന്ന ബോഡി മൂവ്മെൻറ്റ്സ് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഒന്ന് ചെയ്യുക. ഒന്ന് സ്ട്രെച്ച് ചെയ്യുകയോ, ഒന്ന് കാലോ കൈയോ ഒക്കെ നന്നായിട്ടൊന്ന് വീശുകയോ, ബോഡി ട്വിസ്റ്റിംഗ് നടത്തുകയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുക. ചെയ്തതിന് ശേഷം നിങ്ങൾ വെള്ളം കുടിക്കുക. അപ്പോൾ നമുക്ക് നാളെ കാണാം. അല്ലാഫിയ.
ഹീലിംഗ് മന്ത്ര ഉരുവിട്ടോളൂ. ഇന്നത്തെ ഹീലിംഗ് മന്ത്ര ഇതാണ്: ഞാൻ പൂർണ്ണ ഊർജത്തിൻ്റെ ശക്തി വലയത്തിനകത്താകുന്നു. എന്നെ തകർക്കാൻ ഒന്നിനും സാധിക്കുകയില്ല. 3 തവണ പറഞ്ഞോളൂ. പരിവർത്തനയുടെ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്ന ഈ 5 സെഷൻസ്, 5 സത്രാസ് നിങ്ങൾക്ക് കൊണ്ടുവരുന്ന ശക്തിയും ധൈര്യവും ബലവും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ മാറ്റങ്ങളും കാത്തിരുന്ന് കാണുക. ഹാപ്പി ആയിട്ടിരിക്കുക, ഉറപ്പോടുകൂടിയിരിക്കുക, വിശ്വസ്തയോടുകൂടിയിരിക്കുക, നന്ദിയോടുകൂടിയിരിക്കുക. അല്ലാഫിയ.